بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. കഴിഞ്ഞ ക്ലാസ്സിൽ 59 ആയത്തിലെടുത്തതിലെ 510 പേജ്, അങ്ങനെ ഞാൻ അറിഞ്ഞത് 59 ആയത്താണ് എടുത്തത്. ഈസാ നബിയെ സൃഷ്ടിച്ചത് പറഞ്ഞ അവസാനം ഇത്തിരി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടാവും അല്ലേ? 5010 അല്ലേ 59-ാമത്തെ ആയത്ത്? ഇൻഷാ അല്ലാഹ് ഞാനത് അങ്ങനെ പോവും കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ പോയത്. ഓ ഇൻഷാ അല്ലാഹ് 510 മുതലാണ് ഇന്ന് എടുക്കുന്നത്. ഞാൻ ഇൻഷാ അല്ലാഹ് അത് ഓതിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലത് കൂടി കവർ ചെയ്തിട്ട് ഞാനങ്ങ് പോകും. നമ്മൾ ഇന്നത്തെ ആ ഭാഗം തന്നെയാണ് എടുക്കുന്നത്. എല്ലാവരും 59-ാമത്തെ ആയത്തെടുക്കുക. കണ്ടില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون. الحق من ربك فلا تكن من الممترين. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندع أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم. فإن تولوا فإن الله عليم بالمفسدين. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഈസാ നബിയുടെ ചരിത്രം അഥവാ ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വേണം. 80 ആയത്തുകൾ നജ്റാനിലെ ഒരു ക്രിസ്തീയ സംഘം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട്
ക്രിസ്തു മതത്തെക്കുറിച്ച് അവർ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇസ്ലാം മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആ ഡിബേറ്റ്, ആ സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടക്ക് സക്കരിയ നബിയുടെ കഥയൊക്കെ അതിനിടക്ക് കയറി വന്ന് കഴിഞ്ഞ് വീണ്ടും മറിയം ബീവി ഈസാ നബിയുടെ ചരിത്രത്തിലേക്ക് തന്നെ എത്തി. അങ്ങനെ ഈസാ നബി മറിയം ബീവിയുടെ സമീപത്തേക്ക് മലക്കുകൾ വന്ന് പല സുവിശേഷങ്ങളും അറിയിച്ച്, അല്ലേ, നിനക്ക് കുട്ടി ജനിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് സൂറത്ത് മറിയമിൽ അത് പറയുന്നുണ്ട്. പിന്നെ മറിയം ബീവി ചോദിക്കുന്നുണ്ട് മലക്കുകൾ വന്നപ്പോൾ, എന്തിനാ ഇവിടെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, നീ ആരാ? അഥവാ ഒരു മനുഷ്യരൂപത്തിലാണ് വന്നത്. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു കുട്ടിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ കുട്ടിയുടെ പേരെന്താണ്? ഇസ്മുഹുൽ മസീഹു ഈസബിന് മറിയം, അല്ലേ, വജീഹം ഫി ദുനിയ വൽ ആഖിറ വമിനൽ മുഖറബീൻ, ദുനിയാവിലും ആഖിറത്തിലൊക്കെ പ്രശസ്തി ആർജിച്ച പടച്ചോൻ്റെ മുഖറബായിട്ടുള്ള പിന്നെ ഒരു നബിയാണ്. ഒരു ഈസയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോഴും പറയുന്നു, മനുഷ്യർ തൊടാത്ത എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത്? അള്ളാഹ് അങ്ങനെ തന്നെയാണ് കുട്ടിയെ ഉണ്ടാക്കുന്നതും അള്ളാഹ് അങ്ങനെ തന്നെയാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് എന്നും ഉണ്ടാകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകണം, അത് ഉണ്ടായിരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രീതി. അങ്ങനെ വീണ്ടും ഈസാ നബീൻ്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തിന് കിതാബ് പഠിപ്പിച്ചു, ഹിക്മത്ത് പഠിപ്പിച്ചു, തൗറാത്ത് പഠിപ്പിച്ചു, ഇഞ്ചീൽ പഠിപ്പിച്ചു. കാരണം ഈസാ നബി വരുന്ന ജനത ജൂതന്മാരാണ്. മൂസാ നബീൻ്റെ കാലശേഷമല്ലേ വരുന്നത്. അപ്പം മൂസാ നബിയുടെ അനുയായികളായ, അതിൽ നിന്ന് കാലക്രമേണ മാറി മാറി പിഴച്ചുപോയ ബനു ഇസ്രായേലർ, വല്ലാത്ത ളുൽമ് കാണിക്കുന്ന ആളുകൾ, അവരിലേക്കാണ് ഈസാ നബി വരുന്നത്. സ്വാഭാവികമായിട്ടും ആ തൗറാത്തിൻ്റെ പിന്തുടർച്ചയാണ് ഞാനെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആര്? ഈസാ നബി. മുഹമ്മദ് റസൂൽ അങ്ങനെ തന്നെയാണ്. തൗറാത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, പിന്നെ ഇഞ്ചീലും ബോധ്യപ്പെടുത്തി അല്ലേ, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മൂസാ നബിയുടെ ഈസാ നബിയുടെയും പിന്തുടർച്ചക്കാരനാണ് ഞാൻ എന്ന് ജനങ്ങളെ അറിയിക്കണം. അങ്ങനെ ഈസാ നബിയുടെ ഓരോ പ്രത്യേകതയും പറഞ്ഞിട്ട് ചില മുഅ്ജിസത്തുകൾ കൂടി അള്ളാഹ് കൊടുത്തു. എന്തൊക്കെയായിരുന്നു മുഅ്ജിസത്ത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് പിന്നെ ഞാനൊരു പക്ഷിയുടെ കളിമണ്ണ് കൊണ്ടൊരു പക്ഷിയുടെ രൂപമുണ്ടാക്കും. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ല. പക്ഷീൻ്റെ മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാനൊന്ന് ഊതിക്കഴിഞ്ഞാൽ ഫയകൂനു ത്വയ്റൻ, അതെന്തായി മാറും? ജീവനുള്ള പറക്കുന്ന പക്ഷിയായി മാറും. പക്ഷേ ബിഇദ്നില്ല, അത് അള്ളാഹിൻ്റെ അനുവാദപ്രകാരം. ശരിക്കും മനസ്സിലാക്കണം, ഈസാ നബി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യല്ല. ഈ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. പിന്നെ വ ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, അല്ലേ, ജന്മന അന്ധൻ. അക്മഹ് എന്ന് പറഞ്ഞ ഇവിടെ ഉപയോഗിച്ച പദയില്ലേ, വ ഉബ്രിഉൽ അക്മഹ് എന്ന. അക്മഹ് എന്ന് പറഞ്ഞാൽ അന്ധൻ, അഅമ എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ്? അന്ധം. അബസ വതവല്ല അൻജാ അഹുൽ അഅമ. ഖുർആൻ കണ്ടിട്ടില്ല നിങ്ങൾ? നീ റസൂലുള്ളാഹി മുഖം തിരിച്ചു. ആര് വന്നപ്പോൾ? ഒരു അന്ധൻ വന്നപ്പോൾ. എന്താ അക്മഹിൻ്റെ പ്രത്യേകത? ഇവിടെ പറഞ്ഞ അക്മഹ് ജനിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാത്തവനായിട്ട് ജനിക്കുന്നവനാണ് ആര്? അക്മഹ്. അപ്പം ഈസാ നബീൻ്റെ പ്രത്യേകത വ ഉബ്രിഉൽ അക്മഹ്, ജന്മന അന്ധനെ പോലും തടവിയിട്ട് കണ്ണ് കാണിച്ചു കൊടുക്കും. അതേപോലെ വെള്ളപ്പാണ്ട് രോഗികൾക്ക് എന്ത് ചെയ്ത് കൊടുക്കും? തടവിയിട്ട് രോഗം സുഖപ്പെടുത്തി കൊടുക്കും. പിന്നെ വ ഉഹീൽ മൗത, മരിച്ചോരെ ജീവിപ്പിക്കും. ഇതിനില്ല, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട്. വ ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങൾ തിന്നതെന്താണെന്നും വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചു എന്നും ഞാൻ എന്ത് ചെയ്തു തരും? നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈസാ നബിൻ്റെ മുഅ്ജിസത്ത് അതൊക്കെ. ഏതൊക്കെ? പക്ഷീൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട്, പക്ഷി അള്ളാഹുവാണ് സൃഷ്ടിക്കുക, പക്ഷേ ഈസാ നബി ഒന്ന് ഊതുമ്പോഴത്തേക്ക് പക്ഷിക്ക് ജീവൻ വിട്ട് പറക്കുകയാണ്. അതേപോലെ തന്നെ കണ്ണ് കാണാത്തവനിക്ക് കണ്ണ് കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പാണ്ഡുരോഗം മാറ്റുകയാണ്, മരിച്ചോരെ ജീവിപ്പിക്കുകയാണ്. ജനങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ നീ ഇന്ന ഭക്ഷണം കഴിച്ച് വന്നതല്ലടാ പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രം നിൻ്റെ വീട്ടിൽ ഇന്നതൊക്കെ ഉണ്ടടാ അതും പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഒക്കത്തിൽ നിങ്ങൾ അവസാനം എന്ത് കണ്ടിട്ടുണ്ട്? ഇതിനില്ല, അള്ളാഹിൻ്റെ തൗഫീഖുണ്ട്. ഇവിടെ മുഅ്ജിസത്ത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹ് മുഅ്ജിസത്ത് കൊടുക്കുക. മൂസാ നബീൻ്റെ കാലത്ത് പിന്നെ സാഹിര്യങ്ങൾ, സിഹിർ ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. അതായിരുന്നു നാട്ടിൽ ഏറ്റവും എന്തിനും സിഹിർ ചെയ്യുക. ആരുടെ കാലത്ത്? മൂസാ നബീൻ്റെ കാലത്ത്. അതുകൊണ്ടാണ് മൂസാ നബിക്ക് അള്ളാഹ് എന്ത് കൊടുത്തത്? വടി കൊടുത്തത്. ആ വടി നിലത്തിട്ടപ്പോൾ എന്താകും? പാമ്പാകും. അതേ വടി കൊണ്ട് കടലിനടിച്ചപ്പോൾ കടലിൽ പാമ്പല്ല ആയത്, വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറുക ചെയ്തത്. ഇതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് അള്ളാഹ് മുഅ്ജിസത്ത് കൊടുത്താലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ മൂസാ നബി ഉറങ്ങാൻ കിടക്കുമ്പോൾ വടി നിലത്ത് വെച്ചാൽ അവിടെയും പാമ്പാണോ? അപ്പം പാമ്പായാലുണ്ടോ?
ഈ ബടി നിലത്ത് തൂക്കിയേണ്ടി വരും, പിന്നെ അല്ലേ കെട്ടിത്തൂക്കേണ്ടി വരും. ഇത് അള്ളാഹു കാണിക്കാൻ പറയുന്ന സമയത്ത് മാത്രമേ ആവൂ. അതുകൊണ്ടാണ് ആ നിലക്ക് അതിനെന്ത് ചെയ്യുന്നത്, പിന്നെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. കക്ഷത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ പ്രകാശം വരും. മജീഷ്യന്മാരോട് മത്സരിക്കുന്ന കാലം അത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം, മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം എന്താ മുഅ്ജിസത്ത് ഏറ്റവും വലുത് കൊടുത്തത്? ഖുർആൻ. എന്തുകൊണ്ടാണ്? അറേബ്യൻ ജനത സാഹിത്യത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുകയായിരുന്നു. സാഹിത്യങ്ങളും കവിതകളൊക്കെ കഅബേൻ്റെ അകത്ത് കെട്ടിത്തൂക്കിയിട്ട്, ഏറ്റവും നല്ല കവിതകൾ കഅബയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കും. അവർക്കതിൻ്റെ സമ്മാനം ഉണ്ടാകും. ഒക്കാദ് ചന്ത ഇപ്പോഴില്ലേ, ഒക്കാദ്. പിന്നെ നമ്മൾ തായിഫിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണാം, സൂക്ക് ഒക്കാദ് എന്നൊക്കെ കാണാം അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും അങ്ങാടി പോയിട്ട് ഒന്നിനെ കൊന്നിട്ടേ തിരിച്ച് വീട്ടിലേക്ക് പോക്കുള്ളൂ. ആ അങ്ങാടി, ആ ഉക്കാദിലൊക്കെ വന്ന് കവിതകളും പല മത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എഴുത്തോ വായനയോ അറിയാത്ത മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ആ റസൂലുള്ളയാണ് ഇതുപോലത്തെ ഖുർആൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി കൊടുക്കുന്നത്. വലിയ വലിയ സാഹിത്യകാരന്മാർ തോറ്റുപോയി. അള്ളാഹ് പറഞ്ഞു ഈ ഖുർആൻ്റെ അകത്ത്, ഈ പ്രവാചകൻ കള്ളനാണെങ്കിൽ, നിങ്ങൾ പറയുന്ന പോലെ സത്യമല്ലെങ്കിൽ, നിങ്ങൾ ഈ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവാ. ഇനി ഖുർആൻ വേണ്ട, ഒരു സൂറത്ത് കൊണ്ടുവാ. ഇനി സൂറത്ത് വേണ്ട, ഒരായത്ത് നിങ്ങൾ കൊണ്ടുവാ. ആർക്കെങ്കിലും കഴിഞ്ഞോ? പലരും കൊണ്ടുവരാൻ നോക്കി, എല്ലാം പരാജയപ്പെട്ടു പോവുകയാണ്. ഇതിനെ എതിർക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും കേട്ട ആളുകളൊക്കെ ഇതിൽ അത്ഭുതത്തിൽ ഇത് കവിതയല്ല, ഇത് കഥയല്ല, ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ആളുകൾ പോകുന്നത്. അവർ തീരുമാനിച്ച്, ഖുറൈശികൾ, ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ആരും കേൾക്കരുത്, കേട്ടാൽ തന്നെ കൂക്കി വിളിക്കണം. അങ്ങനെ പറഞ്ഞ ആളുകൾ ആരും കാണാതെ ഒളിച്ചു കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് വേറത്തെ ഒളിച്ച് കേൾക്കുന്നത്. ഇവർ ശത്രുക്കൾ തന്നെ പരസ്പരം കണ്ടുമുട്ടുന്നു. നീ എന്തിനാ ഇവിടെ വന്ന് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണലുണ്ട്, മുജാഹിദീങ്ങളുടെ പരിപാടിക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഫത്വയൊക്കെ പുറപ്പെടുവിക്കും. ആരെങ്കിലും മറിഞ്ഞു പോയി നോക്കിയാൽ ഉണ്ടാവും, പുറപ്പെടുവിച്ച ആളുണ്ടാവും അപ്പുറത്തോട്ട് വന്ന് കേൾക്കുന്നു. നിങ്ങളെന്താ ഇവിടെ? ഇതേപോലെ തന്നെ ഖുർആൻ കേൾക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ ഇതേപോലെ തന്നെ കേൾക്കേണ്ടി വരുന്നു. അത്രയും സാഹിത്യത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഖുർആൻ. ഈസാ നബീൻ്റെ കാലത്താകട്ടെ തത്വശാസ്ത്രമാണ്, ചികിത്സയാണ്. ആ നിലക്കുള്ള കഴിവിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു ജനതയോടാണ് ആര് മത്സരിക്കേണ്ടത്? ഈസാ നബി മത്സരിക്കേണ്ടത്. അതുകൊണ്ടാണ് അവർക്കാർക്കും കഴിയാത്ത, ജനിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ആക്ഷേപങ്ങൾ കേട്ട് അല്ലേ. മറിയം ബീവിക്ക് ഒരാണിൻ്റെ സ്പർശനമില്ലാതെ കുട്ടി ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ കേൾക്കുക നമുക്കറിയാലോ. അതൊക്കെ കേട്ടിട്ടും തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിച്ചു അല്ലേ. തൊട്ടിലിൽ വെച്ചിട്ട് തന്നെ ഞാൻ പ്രവാചകനാണ് സംസാരിച്ചില്ലേ. പിന്നെ തൊട്ടിലിൽ വെച്ചും യുവാവായിരിക്കുകയും സംസാരിച്ചു. എൻ്റെ ഉമ്മയാണെന്നും ഞാൻ പ്രവാചകനാണെന്നും ഒക്കെ സംസാരിച്ചു. ആ ഈസാ നബീൻ്റെ ആ അത്ഭുതത്തിൽ പിന്നെ പറയാണ്, ഈ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാൻ്റെ അനുവാദത്തോടു കൂടി പറക്കുന്നു. അവിടെ മനസ്സിലാക്കണം, മരിച്ചോരെ ജീവിപ്പിക്കും, ഇതൊക്കെ അള്ളാഹ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ്? പടച്ചോൻ്റെ തൗഫീഖ് കൊണ്ടാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് അള്ളാഹ് കൊടുക്കുന്നൊരു കഴിവാണ്. അത് പ്രവാചകന്മാരുടെ കഴിവല്ല, പ്രവാചകന്മാരിലൂടെ അള്ളാഹ് തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾക്കാണ് എന്ത് പറയുക? മുഅ്ജിസത്ത്. മനസ്സിലായില്ലേ? പ്രവാചകന്മാരിലൂടെ അള്ളാഹു കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അവർക്ക് തോന്നുമ്പോൾ കാണൂല. അത് പല നിലക്കും ഉള്ള അത്ഭുതങ്ങളായിട്ടുണ്ടാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് ഖുർആൻ മാത്രമല്ല പലതും അല്ലേ. ഒരു യുദ്ധത്തിൽ ഒരു സഹാബി ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചില്ലേ റസൂലുള്ളാഹിനെ. പിന്നെ എല്ലാവരും കൂട്ടിപ്പോകാൻ റസൂൽ നോക്കി. റസൂലെ, വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നുള്ള ഭക്ഷണം ഇല്ല, കുറച്ചാൾക്കേ ഉള്ളൂ. റസൂൽ എല്ലാവരെയും വിളിച്ചു, ഭക്ഷണത്തിൽ തുപ്പി അല്ലേ. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി, എന്നിട്ടും ഭക്ഷണം എത്ര തന്നെ ബാക്കിയുണ്ട്. പ്രവാചകൻ്റെ കയ്യിലൂടെ വന്ന മുഅ്ജിസത്താണത്. ഇതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല ഇതൊന്നും. അള്ളാഹു ആ ജനങ്ങൾക്ക് ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് മുഅ്ജിസത്ത്. ഇതുപോലെ അള്ളാഹു ഔലിയാക്കൾ ആദരിക്കുന്നതാണ് കറാമത്ത്. ഇത് രണ്ടും ചൂഷണം ചെയ്യുന്നുണ്ട് ഇന്ന് നാട്ടിൽ. ഈ പേര് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്, സാറേനെ കാണിച്ചിട്ട് സൂറേനെ കെട്ടിക്കാന്ന്. പ്രവാചകന്മാരെ മുഅ്ജിസത്ത് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും കണ്ടു തുപ്പിയിട്ട് ആ വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്ന് പറയാം അല്ലേ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് ഇസ്ലാമിൻ്റെ അംഗീകാരമുള്ളതാണ്. പക്ഷേ നിസ്കരിക്കാത്തവനും നോമ്പെടുക്കാത്തവനും പിന്നെ കള്ളുകുടിക്കുന്നവനും ജീവിതത്തിൽ കുളിക്കാത്തവനും ഔലിയ എന്ന് പറഞ്ഞിട്ട് അല്ലേ, എല്ലാ നിലക്കും ആ തുപ്പിൽ നക്കുക. ഓരോന്ന് എന്തൊക്കെ വൃത്തികേട്. മലയാള പുസ്തകത്തിൽ നിങ്ങൾക്കത് കാണാം. ഓരോരോ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കാണിക്കുന്ന
കാര്യങ്ങളൊക്കെ, അല്ലേ? അങ്ങനെ രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വേർതിരിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതോ ഞാൻ വന്നത് മുമ്പുള്ള ഈ തൗറാത്തിനും അതേപോലെ തന്നെ തൗറാത്തിൽ തന്നെ പിന്നെ ജൂതന്മാരുടെ ചില തോന്നിവാസങ്ങൾ കൊണ്ട് അള്ളാഹ് അവർക്ക് ചിലത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ടോ? ഈസാ നബി വന്നിട്ട് പറഞ്ഞു, വലി ഉഹില്ല ലക്കും ബഅദല്ലദീ ഹുരിമ അലൈക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാർക്ക് അള്ളാഹു തആല പലതും അനുവദിച്ചിരുന്നു, പക്ഷെ അവരെ തോന്നിയാസങ്ങൾ കൊണ്ട് ചിലത് അവർക്ക് എന്താക്കിയിട്ടുണ്ട്, നിഷിദ്ധാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈസാ നബി വരുത്തോടു കൂടി എന്താക്കി കൊടുത്തു, ഇളവ് ചെയ്തു കൊടുത്തു. ഒന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം, നിയമങ്ങളിൽ ചിലത് പലപ്പോഴും ദുർബലപ്പെടുത്തും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മുൻകാലത്തുള്ള ചില നിയമങ്ങളല്ല നമ്മൾക്കുള്ളത്. എല്ലാവർക്കും ഒരേ ഇസ്ലാം തന്നെയാണ്, പക്ഷെ ചില നിയമം അവർക്ക് അനുവദിച്ചത് നമ്മൾക്ക് ആ രീതിയിലല്ല. ചില ആളുകൾക്ക് വസ്ത്രത്തിൽ നജസ് തട്ടിയാൽ നമ്മൾക്ക് കഴുകിയാൽ മതി, മുൻകാലത്ത് ചിലപ്പം വസ്ത്രം മുറിച്ചു മാറ്റണം. അവിടെ ഈ ഇത്തരം നിയമങ്ങൾക്കുള്ള വ്യത്യാസം ഇല്ലേ? അങ്ങനെ ഈസാ നബി തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ജൂതന്മാർക്ക് കുറച്ചും കൂടെ എളുപ്പം, നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ എളുപ്പം കിട്ടുന്ന രീതിയിൽ അതിനാണ് ഞാൻ വന്നത് എന്നും എൻ്റെയും നിങ്ങളുടെയും റബ്ബ് ഒന്നാണ്, അതുകൊണ്ട് ആ റബ്ബിനെ ആരാധിക്കണമെന്നും അവരോട് പറഞ്ഞു. കുറേ ആളുകൾ വിശ്വസിച്ചു. പക്ഷേ അവർക്ക് എന്തുണ്ടായി? സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്ന ആളുകളാണോ കൂടുക, അതല്ല അവിശ്വസിക്കുന്ന ആളുകളാണോ കൂടുക? അവിശ്വസിക്കുന്ന ആളുകളാണ് കൂടുക. ഞാനും ഇത്തിരി സ്പീഡ് പോലെ തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എടുത്തു പോയത് കൊണ്ടാട്ടോ. ഈ ചരിത്രം പറയാണ്, ഈസാ നബി ഇതൊക്കെ കാണിച്ചിട്ടും ഇതെല്ലാം കണ്ടാൽ അവസാനം പറയും, റസൂലുള്ളാഹിന്റെ ഖുർആനൊക്കെ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞില്ലേ, ഇത് പിന്നെ സാഹിത്യമല്ല, ഇത് പിന്നെ കഥയല്ല, ഇത് കവിതയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ എന്താ, സിഹ്ർ ബാധിച്ച് പറയുന്ന, അല്ലെങ്കിൽ എന്താ ആ രീതി ഒഴിഞ്ഞു മാറും. അതുപോലെ ഈസാ നബിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും ചില ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചില്ല, അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്നെ സഹായിക്കുന്നവൻ ആരുണ്ട് എന്ന് ഈസാ നബി ചോദിച്ചത്. ഹവാരിയങ്ങൾ പറഞ്ഞു, ഞങ്ങൾ താങ്കൾ എന്ത് ചെയ്യാം, സഹായിക്കാം, വിശ്വസിക്കാം, അതുപോലെ തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിക്കണം എന്ന രീതിയിൽ അവർ മുമ്പോട്ടേക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ കാഫിര്യങ്ങൾ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹ് പറയാണ് 54-ാമത്തെ ആയത്ത്, വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, നമ്മളും തന്ത്രം പ്രയോഗിച്ചു. കുതന്ത്രം പ്രയോഗിക്കുന്നവരിൽ ആരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? അള്ളാഹു ആണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ ഈസാ നബിയെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി, നോവിക്കാൻ, അടിക്കാൻ തുടങ്ങി. അവസാനം ജൂതന്മാർ എന്ത് തീരുമാനിച്ചു? ഈസാ നബിയെ കൊല്ലണം തീരുമാനിച്ചു. അതാണ് അവരുടെ തന്ത്രം. ആ കൊല്ലണമെന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹ് പറയണം, വ മക്കറുള്ള, അള്ളാഹുവിൻ്റെ തന്ത്രം ഉണ്ടായി. അള്ളാഹിൻ്റെ തന്ത്രം എന്താ? കൊല്ലാൻ കൊടുക്കരുത്. ജൂതന്മാരുടെ തന്ത്രം എന്താ? ഈസാ നബിയെ കൊല്ലണം. അവർ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ ഈസാ നബിയെ രക്ഷപ്പെടുത്തണം അള്ളയും തീരുമാനിച്ചു. തന്ത്രം പ്രയോഗിക്കുമ്പോൾ ആരാണ് ഏറ്റവും നല്ല തന്ത്രം പ്രയോഗിക്കുക? അള്ളയാണ് തന്ത്രം പ്രയോഗിക്കുക. നമ്മളില്ലേ അള്ളാഹിനെ പറ്റിക്കുന്ന രീതിയിൽ നമ്മളെ കച്ചവടത്തിൽ, നമ്മളെ ജോലിയിലൊക്കെ അല്ലേ, ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ഹറാമായ സംഗതി ഹലാല് പോലെ ഉണ്ടാക്കും. ഓൻ ആരെയും പറ്റിക്കുന്ന അള്ളാഹാനെ. ഇത് തുടങ്ങുമ്പോൾ അള്ളാഹ്ക്കറിയാം, ഓൻ്റെ മനസ്സിലുള്ളത് അള്ളാഹ്ക്കറിയാം, അല്ലേ? ആ രീതിയിലൊക്കെ ആക്കും. അങ്ങനെ ഇവർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സൂറത്തു നിസായിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അവർ ഈസാ നബിയെ കൊന്നിട്ടുമില്ല, കുരിശ് തറച്ചിട്ടുമില്ല. പക്ഷേ അള്ളാഹു ഈസാ നബി എന്താ ചെയ്തത്? അള്ളാഹുവിങ്കലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ഈ സൂറത്തിലും അത് 55-ാമത്തെ ആയത്തിൽ ഇത് പറയുന്നുണ്ട്. ഈസാ, നിന്നെ ഞാൻ എന്ത് ചെയ്യാണ്? പരിപൂർണമായിട്ട് പിടിച്ചെടുക്കുകയാണ്, അതേപോലെ ഉയർത്തുകയാണ്, ശുദ്ധീകരിക്കുകയാണ് കാഫിര്യങ്ങളിൽ നിന്നും. എന്നിട്ട് നിന്നെ പിൻപറ്റിയ ആളുകളെ, നിന്നെ അവിശ്വസിച്ച ആളുകളെക്കാൾ ഞാൻ ഉയർത്തുകയും ചെയ്യും. അഥവാ ഈസാ നബിയെ കൊല്ലാൻ കിട്ടിയില്ല അവർക്ക്. അവരാ സമയത്ത് തോട്ടത്തിലൂടെയൊക്കെ പരതി നോക്കി ഈസാ നബീനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് കുരിശിത്തറിക്കാൻ കിട്ടിയ വ്യക്തി ആരായിരുന്നു? ഈസാ നബിയെ പോലത്തെ വേറൊരാളെ കിട്ടി. അവർ വിചാരിച്ചത് ഇത് ഈസയാണ്. പക്ഷേ ഈസാ നബി അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തിയിട്ടുണ്ട്, അല്ലേ? ഇനി വരും. എപ്പോഴായിരിക്കും വരിക? അവസാന നാളിൽ
ദജ്ജാൽ ഭൂമിയിലേക്ക് ഇറങ്ങി 40 ദിവസം ഭൂമിയിൽ മുഴുവനായിട്ടും പരന്ന് നടന്ന് ജൂതന്മാരും അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ത്രീകളും കാഫിര്യങ്ങളൊക്കെ ദജ്ജാലിനെ പിൻപറ്റിയിട്ട് പിന്നെ പല അത്ഭുതങ്ങളും ദജ്ജാൽ കാണിച്ച് പലരും പിൻപറ്റി. മക്ക മദീന കയറാൻ കഴിയാതെ മദീനയുടെയും മക്കയുടെയും ഡോറിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് മലക്കുകൾ കാവൽ നിൽക്കുന്നു. മദീനയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. മദീനത്തെ മുനാഫിക്കീങ്ങൾ 3 ഭൂമി കുലുക്കം മദീനയിലുണ്ടായിട്ട് മദീനത്തെ മുനാഫിക്കീങ്ങൾ മുഴുവനും മദീന നിന്ന് പുറത്തേക്ക് പോയിട്ട് ദജ്ജാലിൻ്റെ കൂടെ കൂടും. തേനീച്ചയുടെ റാണിയുടെ പിന്നിൽ തേനീച്ച കൂടുന്നത് പോലെ എല്ലാവരും ദജ്ജാലിൻ്റെ പിന്നാലെ കൂടും. അങ്ങനെ നിന്ന് ലോകം മുഴുവനും ദജ്ജാൽ 40 ദിവസം കൊണ്ട് സഞ്ചരിച്ചിരിക്കും. ആ 1-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരു വർഷത്തിൻ്റെ വലിപ്പമുണ്ട്, 2-ാമത്തെ ഒരു മാസത്തിൻ്റെ വലിപ്പമുണ്ട്, 3-ാമത്തെ ദിവസം ഒരാഴ്ചയുടെ വലിപ്പമുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ 37 ദിവസവും നമ്മൾ എണ്ണുന്ന സാധാരണ ദിവസം അല്ലേ. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഒരു ദിവസത്തിനൊരു വർഷത്തിൻ്റെ ദൈർഘ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എങ്ങനെ 5 നേരത്തെ നിസ്കരിക്കേണ്ടത്? ആ ഒരു വർഷം ഒരു ദിവസമായിട്ട് കണക്കൂട്ടിയിട്ട് വെറും ഒരു 5 നിസ്കരിച്ചാൽ മതിയോ? അല്ല 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഈ മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചാൽ മതിയോ? റസൂൽ എന്ത് പറഞ്ഞു? എങ്ങനെ നിസ്കരിക്കണം? ഓരോ നിസ്കാരത്തിൽ നിങ്ങൾക്ക് എത്ര സമയത്തിൻ്റെ വിടവുകൾ ഉണ്ടാകുന്നുണ്ട്, ആ ടൈം വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ചിലപ്പോൾ സുബയും അസറും ളുഹറും ഒക്കെ ഏത് സമയത്ത് പകൽ തന്നെയായിരിക്കും അല്ലേ. അങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. സഹാബത്തിന് അപ്പോഴും അതാ ഡൗട്ട്, ഇതിനെ നിഷേധിക്കാനല്ല നോക്കിയത്, ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം എന്ന് അവർ ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദജ്ജാൽ ഭൂമിയിലേക്ക് ഇറങ്ങി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡമസ്കസിൻ്റെ ഒരു വൈറ്റ് മിനാരത്തിൻ്റെ ഭാഗത്ത് അതുപോലെ അതാ മലക്കരുടെ തോളിൽ പിന്നെ തൻ്റെ കൈവച്ചുകൊണ്ട് ചെറിൽ കൈവച്ചുകൊണ്ട് താഴേക്ക് ഇങ്ങനെ വരുന്നു ഈസാ നബി. മഹദി ഇമാം നിസ്കരിക്കുന്നു, പിന്നിൽ വെച്ച് ഈസാ നബി നിസ്കരിക്കുന്നു. മഹദി ഇമാം ഈസാ നബിയെ കാണുമ്പോൾ മാറാൻ നോക്കുന്നുണ്ട്, വേണ്ട നിങ്ങൾ തന്നെ ഇമാമായിട്ട് നിസ്കരിക്കുമെന്ന് പറഞ്ഞു. മഹദിയുടെ പിന്നിൽ ഈസാ നബി നിസ്കരിച്ച് വാളും എടുത്തിട്ട് ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഈസാ നബി ഇറങ്ങുന്നത്. കൊല്ലും. ഈസാ നബിയെ കാണുമ്പോൾ ദജ്ജാൽ ഉപ്പുരുകുന്നത് പോലെ ഉരുകിത്തീരും. പക്ഷേ അള്ളാൻ്റെ തീരുമാനം ഈസാ നബിയുടെ വാള് കൊണ്ട് തന്നെ ആര് കൊല്ലപ്പെടണം? ദജ്ജാൽ കൊല്ലപ്പെടണം. അങ്ങനെ കൊന്നിട്ട് ആ ചോര ഇങ്ങനെ കാണിച്ചു കൊടുക്കും ആളുകൾക്ക്. അതിന് ശേഷമാണ് ജൂതന്മാരും മുസ്ലിങ്ങളും ശക്തമായ യുദ്ധം നടക്കുന്നത്. ഭൂമിയിൽ അത് നടക്കാൻ വരുന്നേ ഉള്ളൂ. ആ യുദ്ധത്തിൽ ജൂതന്മാരെ മുസ്ലിങ്ങൾ ഈസാ നബീൻ അനുയായികൾ വന്ന് കൊന്നു തീർത്തിട്ട് ജൂതൻ ഓരോ കല്ലിൻ്റെയും മരത്തിൻ്റെയൊക്കെ പിന്നിൽ പോയി ഒളിക്കും. അപ്പം മരവും കല്ലും ഒക്കെ എന്ത് പറയും? മുസ്ലിമെ ഇങ്ങോട്ട് വന്നോ, എൻ്റെ പിന്നിൽ ഇതാ ഒരു ജൂതൻ വന്ന് ഒളിച്ചിട്ടുണ്ട്, അവനെ കൊന്നോ. താൽ യാ അബ്ദല്ലാ അൽ മുസ്ലിം വറായി യഹൂദിയും താൽ ഫക്തുൽ, അവനെ വന്ന് കൊന്നോ. എല്ലാം പറയും, മരം പറയും, കല്ല് പറയും, ഒക്കെ പറയും. പക്ഷേ ഒരു ചെടി മാത്രം പറയില്ല. ഏതാണ് ആ ചെടി? ഇല്ലല്ല, അർക്കദ എന്നുള്ള ചെടി. ഇന്ന് നിങ്ങൾക്ക് സൈറ്റുകളിൽ ഇത് കാണാം. ജൂതന്മാർ ഏറ്റവും കൂടുതൽ നട്ടു വളർത്തുന്ന ചെടി ഏതാണെന്ന് ഇസ്രായേലിൽ? അർക്കദാണ്. കാരണം അവരുടെ രക്ഷകരായിട്ടാണ് ഇതിനെ ദജ്ജാലിനെ തന്നെ രക്ഷകനായിട്ട് കാണുന്നു, ഈ ചെടിയെയും അങ്ങനെ കാണുന്നു. ഇങ്ങനെ ഈസാ നബി ഇപ്പം അള്ളാഹിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെട്ടിട്ടാണ് ഉള്ളത്. എന്നാൽ ജൂതന്മാർ വിചാരിക്കുന്നത് ഞങ്ങൾ കൊന്നത് ആരെയാണെന്നാ? ഈസാ നബീനെ. എന്നാലും അവർക്കത് ഉറപ്പിച്ച് പറയുന്ന തെളിവ് അവരത്തില്ല. അതേപോലെ തന്നെ മണ്ടന്മാരായ ക്രിസ്ത്യാനികൾ, ആ മണ്ടന്മാരായ പൊട്ടപ്പോയത്തക്കാരായ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ഈസ കൊല്ലപ്പെട്ട് കുരിശ് തറച്ചതുകൊണ്ട് ഇന്നും ആ കുരിശ് വരിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. രണ്ടും ഒരുപോലെയാണ് അള്ളാഹിൻ്റെ അടുത്തേക്ക്. ഒന്ന് ചെയ്ത വിഡ്ഢിത്തം, ഒന്ന് തന്ത്രം. അത് മറ്റേത് ഈ സംഭവിച്ചത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് തന്നെ ഇത് അപമാന എന്ന് പറയേണ്ടത് പകരം ഞങ്ങളെ ദൈവം അത് കുരിശത്തറിക്കപ്പെട്ടു, എല്ലാവരും പാപം കൊടുത്ത് അദ്ദേഹം കുരിശ കയറിപ്പോയി എന്ന രീതിയിൽ അവരും വിശ്വസിച്ചു പോയിരുന്നു. ഇതാണ് അള്ളാഹ് പറയുന്നത്. ഇത് രണ്ടും വിഡ്ഢിത്താണ് അല്ലേ. എന്നിട്ട് അള്ളാഹ് പറയാണ് ഈസാ നബിയോട്, നിന്നെ പിൻപറ്റിയ ആളുകളെ ഞാൻ അവിശ്വസിച്ചവരെക്കാൾ ഉയർത്തും. 2 വ്യാഖ്യാനമുണ്ട്. ഒരു വ്യാഖ്യാനം ഈസ നിന്നെ പിൻപറ്റിയ ആളുകൾ അഥവാ ഈസാ നബിയിൽ ആ സമയത്ത് വിശ്വസിച്ച ആളുകളുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്രിസ്ത്യാനികളുമുണ്ടല്ലോ. ഈ ക്രിസ്ത്യാനികൾ പൊതുവെ ജൂതന്മാരെക്കാൾ നല്ലതാണ് എന്നൊരു വ്യാഖ്യാനം. കൊല്ലാൻ നോക്കിയ ഈസാ നബിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ജൂതന്മാരെക്കാളും ഇത്തിരി ഉയർച്ചയിൽ അള്ളാഹ് ആരെ നല്ലതായിട്ട് ആരെ പരിഗണിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. ക്രിസ്ത്യാനികളെ പരിഗണിക്കുന്നു എന്ന്. അത് രണ്ടാമത്തൊരു വ്യാഖ്യാനം, കുറച്ചും കൂടി നല്ലൊരു വ്യാഖ്യാനം, അല്ല ഈസാ നബിയെ ഉപദ്രവിക്കുന്ന ആ സമയത്തൊക്കെ, ജൂതന്മാർ കുരിശ് തറിക്കുന്ന സമയത്തൊക്കെ ഈസാ നബിയിൽ വിശ്വസിച്ചൊരു ജനങ്ങളില്ലേ, ഈസാ നബിൻ്റെ മരണശേഷവും വിശ്വസിച്ചൊരു ജനങ്ങളില്ലേ, കറക്റ്റായിട്ട് വിശ്വസിച്ച്, അവരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇതാണ്
പിന്നെ നിന്നെ അവിശ്വസിച്ചവരെക്കാൾ നിന്നെ വിശ്വസിച്ചവരെ നാം ഉയർത്തും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയത്തും അർത്ഥങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേട്ടത് കൊണ്ട് ഇങ്ങനെ ചരിത്രം മാത്രം ഒന്ന് ഓടിച്ചു വായിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്നിട്ട് നിങ്ങളെ മടക്കൊക്കെ നമ്മുടെ അടുത്തേക്കാ തീരുമാനിക്കും ഞാൻ നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭിന്നഭിപ്രായത്തിലായത്. ഈസാ നബീൻ്റെ വിഷയത്തിൽ ഇവർ തന്നെ എന്താണ് ഭിന്നാഭിപ്രായത്തിലാണ്. അതിൽ അള്ളാഹ് പറയണ പരലോകത്തേക്ക് വാ, അവിടെ വെച്ച് നാം എന്ത് ചെയ്യും തീരുമാനിക്കും. കാഫിര്യങ്ങൾക്ക് കഠിനമായ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്, ഒരാളും അവരെ സഹായിക്കാനുണ്ടാകില്ല. എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാകട്ടെ അവർക്ക് പരിപൂർണമായിട്ടുള്ള കൂലി അള്ളാഹ് കൊടുക്കും. ലാലിമീങ്ങളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുമില്ല എന്ന് സാധാരണ നിങ്ങൾ പഠിക്കുന്ന ആയത്തുകളാണത്. ഇതൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് 58-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാ, റസൂലേ ഈ വിവരിച്ച കാര്യങ്ങളൊക്കെ നാം താങ്കൾക്ക് ഓതിക്കേൾപ്പിക്കുകയാണ് ആയത്തുകളിൽ നിന്നും അതേപോലെ ഉത്ബോധനത്തിൽ നിന്നും. എങ്ങനത്തെ ഉത്ബോധനമാണ്? യുക്തിമത്തായ ഉത്ബോധനം. ഏത് കഥ കഴിഞ്ഞാലും റസൂലുള്ളാഹിനോട് പറഞ്ഞ വാചകമായത്. യൂസുഫ് നബീൻ്റെ കഥ പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ സക്കരിയ നബീൻ്റെ കഥ പറയുമ്പോഴും റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ? മറിയം ബീവിയുടെ കഥ പറയുമ്പോഴും സക്കരിയ നബിയുടെ കഥ പറയുമ്പോഴും ആ നറുക്കിടുന്ന സമയത്ത് നിങ്ങളവിടെ ഇല്ല. ഇതൊക്കെ എങ്ങനെയാണ് റസൂലുള്ളാഹിക്ക് അറിയുന്നത്? വഹിയിലൂടെ കൊടുക്കണം. അതിൻ്റെ പറയാനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ ക്രിസ്ത്യാനികൾ നജ്റാനിൽ നിന്ന് വന്ന് റസൂലുള്ളാഹിനോട് തർക്കിക്കുകയാണ്, ഞങ്ങളെ മത ശരിയും. അവർക്കറിയാത്ത കഥയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ളാഹി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളെക്കാൾ ഈസയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങളെക്കാൾ മറിയം ബീവിയെ മുസ്ലിങ്ങളായ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇന്നും നമ്മൾക്ക് ക്രിസ്ത്യാനികളോട് അതാ പറയാനുള്ളത്. നിങ്ങളെക്കാളും മറിയം ബീവിയെ ഈസാ നബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെ ഖുർആൻ അത് പറഞ്ഞിരുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയേ, ഈ ആലു ഇമ്രാൻ പഠിച്ചപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത എത്രയോ കഥ പഠിച്ചില്ലേ, ചരിത്രം പഠിച്ചില്ലേ അല്ലേ? എന്താ ഈസാ നബിയുടെ ചരിത്രം, മറിയം ബീവിയുടെ ചരിത്രം. ആരാ മറിയം ബീവിൻ്റെ ഉമ്മ? ആ ഉമ്മ കുട്ടി ജനിച്ചപ്പോൾ ഉമ്മക്കുണ്ടായ മാനസികാവസ്ഥ, നാട്ടിലുണ്ടായ ചർച്ച ഒക്കെ നമ്മൾ പഠിക്കുകയാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, ഒരു ക്രിസ്ത്യാനിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഇതാ അഭിമാനത്തിൽ നമ്മൾക്ക് നിൽക്കാം, നിങ്ങളെക്കാളും ഞങ്ങളെ ഗ്രന്ഥം അല്ലേ ഞങ്ങൾക്ക് ഈസാ നബിയെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പറയാം, ഇന്ന് ഈസാ നബിയെ പുകഴ്ത്തി ദൈവമാണെന്നും ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നൊക്കെ പറയുന്ന ഈ ആളുകളോട് അള്ളാഹ് പറയും, ഇന്ന മസല ഈസാന്റെ ഉപമ അള്ളാഹിന്റെ അടുക്കൽ കമസലി ആദം, ആദമിൻ്റെ ഉപമ പോലെ തന്നെയാ. ഖലഖഹു മിൻ തുറാബ്, ആദമിനെ മണ്ണിൽ നിന്നുള്ള സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, പിന്നീട് അതിനോട് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അതാണ് ആദം നബിയുടെ സൃഷ്ടിപ്പ്. ഈസാ നബിയുടെ സൃഷ്ടിപ്പാണോ അത്ഭുതം, ആദം നബീൻ്റെ സൃഷ്ടിപ്പാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആദം നബീൻ്റെ. ഈസാ നബിക്ക് ഉമ്മ ഉണ്ട്, ആണ് തൊടാതെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ആദം നബിക്കോ ആണും തൊട്ടിട്ടില്ല പെണ്ണും തൊട്ടിട്ടില്ല. ആണും അള്ളാഹുവിൻ്റെ കഴിവ് നിങ്ങൾ നോക്കിയേ. അള്ളാഹ് എല്ലാ സൃഷ്ടിപ്പും നമ്മളെ പഠിപ്പിച്ചു തരിക. ആണ് വേണ്ട അള്ളാഹ്ക്ക് ഒരാൾ ഉണ്ടാക്കാൻ, പെണ്ണും വേണ്ട. അതിൻ്റെ തെളിവാണ് ആര്? ആദം നബി. ആണ് വേണ്ട അള്ളാഹ്ക്ക് ഒരാൾ ഉണ്ടാക്കാൻ, അതിൻ്റെ തെളിവാണ് ആര്? മറിയം ബീവി. അള്ളാഹ്ക്ക് പെണ്ണ് വേണ്ട ഒരാൾ ഉണ്ടാക്കാൻ, അതിൻ്റെ തെളിവാണ് ആരുടെ ജനനം? പെണ്ണില്ലാതെ ജനിച്ചാരാ? ഹൗവ അല്ലേ? മാഷാ അല്ലാഹ് യൂസുഫ് പറഞ്ഞത് ഹൗവയാണ് പെണ്ണില്ലാതെ. നിങ്ങൾ നോക്കിയ ആണും പെണ്ണും ഇല്ലാതെ ആദമിനെ സൃഷ്ടിച്ചു. പെണ്ണില്ലാതെ ആണിൽ നിന്ന് മാത്രം ആരെ സൃഷ്ടിച്ചു? ഹവ്വനെ സൃഷ്ടിച്ചു. ആണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രം ആരെ സൃഷ്ടിച്ചു? ഈസയെ സൃഷ്ടിച്ചു അല്ലേ? ആണും പെണ്ണും ഉണ്ടായിട്ട് നമ്മളെല്ലാം സൃഷ്ടിച്ചു. ഇതിലേറ്റവും അത്ഭുത സൃഷ്ടിപ്പാരതാ? ആദം നബിയുടെ. പക്ഷെ ആദം നബി ദൈവമാണെന്ന് ഇവർ പറയുന്നില്ല, ദൈവപുത്രനാണെന്ന് പറയുന്നില്ല, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നില്ല. അതിനേക്കാളും പുകയത്തലാണ് ആര്? ഈസാ നബി. അതുകൊണ്ട് അള്ളാഹ് ഒരു അടി കൊടുക്കുന്നത് അവർക്ക്. നിങ്ങളെന്ത് പോയത്തക്കാര ചങ്ങാതിമാരെ, ഇതിനേക്കാളും ഒരു ദിവ്യത്വം ഉണ്ടായിട്ട് അവർക്കില്ലാത്ത പ്രത്യേകത നിങ്ങൾ എന്തുകൊണ്ട് ഈ ഈസക്ക് കൊടുക്കുന്നു എന്നാണ് അള്ളാഹിൻ്റെ ചോദ്യം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഖുർആൻ ഈസാ നബിനെ പറ്റി പറയുമ്പോൾ ഒക്കെ മസീഹു ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ എന്നല്ല പറയുക. കാരണം ക്രിസ്ത്യാനികൾ എപ്പോഴും ഈസാ നബി ആരിലേക്കാണ് ചേർത്തുന്നത്? അള്ളാഹിലേക്ക്. അള്ളാൻ്റെ മോൻ എന്ന് പറയുമ്പോൾ സൂറത്ത് മറിയമിൽ കാണാം പർവ്വതങ്ങളൊക്കെ കുലുങ്ങിപ്പോകുന്ന വാക്കാത്. അള്ളാഹ് വ്യഭിചരിച്ചിട്ടുണ്ട്, അള്ളാഹ് മോനെ സ്വീകരിക്കുമോ? ഒരാൾക്കില്ലാത്ത മോൻ അയാളെ പേരിൽ ചാർത്തുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം?
വ്യഭിചാരത്തിലുണ്ടായിന്ന അല്ല വ്യഭിചാരിയാണെന്ന ക്രിസ്ത്യാനികൾ പറയുന്നത്. പക്ഷെ അതുകൊണ്ടാണ് അല്ല അർ-റഹ്മാൻ നമ്മൾ പറയുന്നത്. ഈ ക്രിസ്ത്യാനികൾ ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും അല്ല അവർക്ക് എന്ത് കൊടുക്കുക തന്നെയാണ് ചെയ്യാൻ തൗഫീഖ കൊടുക്കുന്നത്. അള്ളാൻ്റെ റഹ്മത്താണ് അത്, അള്ളാൻ്റെ കാരുണ്യം അത്. ശബരിമലക്കാർക്ക് പോകുമ്പോൾ, ഹിന്ദുക്കൾ പോകുമ്പോൾ കൊടിയ കുഫ്ര ചെയ്യുന്നത്. പക്ഷെ അള്ളാഹ് റഹ്മാനായതുകൊണ്ടാണ് ആ വണ്ടിയൊക്കെ അവിടെ എത്തുന്നത്. നമ്മളാണ് എത്തുമോ? നമ്മളാണ് ചെയ്യുമോ? നമ്മളോട് നന്ദി കേട് കാണിക്കുന്നൊരു അവസരം കൊടുക്കുമോ? പക്ഷെ അള്ളാഹ് ദുനിയാവിൽ എല്ലാവർക്കും റഹ്മാനാണ് എന്നതിൻ്റെ തെളിവാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദം നബിയുടെ സൃഷ്ടിപ്പാണ് ഈസാ നബിയുടെ സൃഷ്ടിപ്പിനേക്കാൾ അത്ഭുതം. അതുകൊണ്ട് ഈസാ നബിയെ ദൈവമായിട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണരുത്. അൽ ഹഖ്ഖു മിർ റബ്ബിക്, ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അൽ ഹഖ്ഖു മിർ റബ്ബിക്, സത്യം നിന്റെ റബ്ബിങ്കിൽ നിന്നതാകുന്നു. അതുകൊണ്ട് റസൂലെ ഫലാ തകുൻ, നീ ആകരുത്, മിനൽ മുംതരീൻ, അഥവാ സംശയപ്പെടുന്നവരിൽ നീ ആകരുത്. ഇത് കറക്റ്റ് കഥയാണ് ഈ പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി വരുമ്പോഴും തളരണ്ട. റസൂലുള്ളാ മാത്രം നമ്മളും എന്ത് ചെയ്യണ്ട, തളരണ്ട. ഈസാ നബിയുടെ കറക്റ്റ് ചരിത്രമാണ് ഇപ്പോൾ നിങ്ങൾ വായിച്ചത്. ഇതാണ് സത്യം. ഈസാ നബിയെ കൊന്നിട്ടില്ല. ജൂതന്മാർ പറയുന്ന പോലെ അവർ കൊന്നിട്ടില്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ കൊല്ലപ്പെട്ടിട്ടുമില്ല. അള്ളാഹ് ഉയർത്തിക്കൊണ്ടുപോയതാണ്. ഖാദിയാനികളും നമ്മുടെ നാട്ടിലത്തെ മുസ്ലിം എന്ന പേരൊക്കെ പറഞ്ഞിട്ട് യുക്തിവാദികളും, ദൈവം ഇല്ലെന്ന് പറയുന്ന ചില മാപ്പിളാർക്ക് കുറച്ച് പൈസ, കുറച്ച് അതല്ലെങ്കിൽ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ഫാഷൻ തുടങ്ങും അള്ളാഹ് ഇല്ല എന്ന് പറയൽ. ഓരൊക്കെ ഈ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ട്, അഥവാ പിന്നെ മുത്തവഫീഖ് എന്ന ആ പദം പിടിച്ചിട്ട് ഈസാ നബിയെ മരിപ്പിച്ചു എന്ന അർത്ഥമൊക്കെ വെക്കുന്നുണ്ട്. ഒക്കെ സന്ദർഭത്തിന് യോജിക്കാത്തതാണ്. എന്നിരുന്നാലും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടിട്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുക, സത്യം ഇതാണ് റസൂൽ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, ഒരു നിനക്കും സംശയത്തിൽ ഉണ്ടാകേണ്ട. ഇനിയൊരു വെല്ലുവിളിയാണ്. ഫമൻ ഹാജക ഫീഹി, ഫമൻ ഇനി ആരെങ്കിലും ഹാജക നിന്നോട് തർക്കിച്ചാൽ, തർക്കത്തിന് വന്നാൽ, ഫീഹി ആ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? ഈസാ നബിയുടെ ഈ വിഷയത്തിൽ തർക്കത്തിന് വന്നാൽ, മിൻ ബഅദി ശേഷം, മാ ജാഅക നിനക്ക് വന്നതിന് ശേഷം, മിൻ ബഅദി മാ ജാഅക നിനക്ക് വന്നതിന് ശേഷം, മിനൽ ഇൽമി അറിവ്. അഥവാ റസൂലുള്ളാഹിനോട് അല്ലാഹ് പറയാ, റസൂലെ താങ്കൾക്ക് കൃത്യമായ അറിവ് കിട്ടിയതിന് ശേഷം ഇനിയും ഈസാ നബീൻ്റെ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഫഖുൽ അവരോട് പറഞ്ഞോ, തആലു നിങ്ങളെല്ലാവരും വന്നോ, നദ്ഉ നമ്മൾക്ക് വിളിക്കാം, അബ്നാഅന നമ്മളെ മക്കളെ വിളിക്കാം, വ അബ്നാഅക്കും നിങ്ങൾ ആരെയും വിളിക്ക്, നിങ്ങളെ മക്കളെയും വിളിക്ക്, വനിസാഅന ഞങ്ങളെ പെണ്ണുങ്ങളെ ഞങ്ങൾ വിളിക്കും, വനിസാഅക്കും നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളും വിളിക്ക്, വ അംഫുസന ഞങ്ങളെ തന്നെ, വ അംഫുസക്കും നിങ്ങളെ തന്നെയും. ഈസാ നബീൻ്റെ വിഷയത്തിൽ ഇവർ ഡിബേറ്റ്, ഇപ്പം നജ്റാനൊരു സംഘം വന്നില്ലേ, അവർ പറഞ്ഞ വാദപ്രകാരം ആരുടെ അടുത്താണ് സത്യം? അവരുടെ അടുത്താണ് സത്യം. അള്ളാഹ് റസൂലുള്ളാഹിക്ക് വഹി കൊടുത്ത് ഏതാണ് സത്യം? ഇപ്പുറത്തെ സത്യം. ഇനി തർക്കമുണ്ടോ? നിങ്ങൾ നിങ്ങളെ കുട്ടികളെ വിളിച്ചോ, പെണ്ണുങ്ങളമാരെ വിളിച്ചോ, നിങ്ങളെയും വിളിച്ചോ, എല്ലാവരും വന്നോ, ഞങ്ങളിതാ ഞാൻ റെഡിയാണ്, എൻ്റെ കുടുംബത്തെ കൊണ്ട് റെഡിയാണ്, എൻ്റെ മക്കളെ റെഡിയാണ്, എല്ലാവരെയും വിളിച്ചിട്ട് സുമ്മ പിന്നെ നബ്തഹിൽ നമുക്കൊരു മുബാഹല നടത്താം. കേട്ടിട്ടുണ്ടോ മുബാഹല? കേരളത്തിൽ നടന്നൊരു സംഗതിയായിരുന്നത്. നടന്നിട്ടില്ല, നടക്കാൻ സംഘടിപ്പിച്ചു. എന്താ മുബാഹല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? പരസ്പരം ശാപപ്രാർത്ഥന അല്ലേ? സുമ്മനബ്തഹിൽ പിന്നീട് നമ്മൾക്ക് എന്ത് ചെയ്യാം? സുന്ദരമായിട്ട് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഫനജ്അൽ അങ്ങനെ നമ്മൾ ആക്കാം ലഅനത്തല്ലാ അള്ളാന്റെ ശാപം അലൽ കാദിബീൻ കള്ളന്മാരുടെ മേൽ അള്ളാന്റെ ശാപമാക്കാം. ഇതിനാ റസൂലുള്ളാഹിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം തർക്കം മൂത്ത് അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുക, അടുത്ത് ഒരു നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കൂല എന്ന് കണ്ടപ്പോൾ അവസാനമായിട്ട് അള്ളാഹു അനുവാദം കൊടുക്കുകയാണ്. ഇത് ഇനി ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ, നിങ്ങളെ മതം തന്നെയാണ് സത്യമെങ്കിൽ, നിങ്ങൾ കുട്ടികളെയും പെണ്ണുങ്ങളെയും നിങ്ങളെല്ലാവരും ഒന്നിച്ചു വാ ഒരു ഗ്രൗണ്ടിലേക്ക്, ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരെയും കൊണ്ടുവരാം. ഈ മുബാഹല എന്ന് പറഞ്ഞാൽ എന്താ? എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കുക, പഠിച്ചോനെ
ക്രിസ്തീയ മതമാണ് സത്യമെങ്കിൽ ഈ മുഹമ്മദാകുന്ന ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും എന്ത് ചെയ്തോട്ടെ, നശിച്ചു പോട്ടെ, അള്ളാഹിൻ്റെ ശാപം ഉണ്ടാകട്ടെ. ഇതേപോലെ തന്നെ ഓരോ എന്ത് ചെയ്യണം, ശപിക്കണം. റസൂലുള്ളാഹിൻ്റെ മത സത്യമെങ്കിൽ, ഇസ്ലാം മത സത്യമെങ്കിൽ അവർക്ക് അവരുടെ മേലെ എന്തുണ്ടാകട്ടെ, ശാപം ഉണ്ടാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമയെയും ഹസൻ ഹുസൈനെയും ഒക്കെ കൂട്ടി കുടുംബത്തോടെ പോയി. അന്ന് കുടുംബത്തോടെ പോയിട്ടുണ്ട്. എന്നാലോ ഈ ടീം മുബാഹലക്ക് വന്നിട്ട് ഒഴിഞ്ഞു മാറാനുണ്ടായത്. കാരണം സ്വന്തം പോലും നശിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയായത്. സാധാരണ പ്രാർത്ഥന പോലെയല്ല, കുടുംബം അടക്കം നശിക്കും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അവരെങ്ങാനും വന്നിട്ട് പിന്നെ ആ ശാപപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ എല്ലാവരും പിന്നെ ഇതേപോലെ നശിച്ചിട്ടായിരുന്നു അവിടുന്ന് പോകുക. ചില ആളുകളൊക്കെ പറഞ്ഞു നോക്കി, നമുക്കെന്താ മുബാഹല നടത്തിക്കൂടെ, നമ്മളെ ഭാഗത്തല്ലേ ശരി. അപ്പം വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു, ചങ്ങാതിമാരെ നിങ്ങൾക്കറിയോ, ഒരു പ്രവാചകൻ നാട്ടിൽ വന്നിട്ട് ആ പ്രവാചകനോട് മുബാഹലക്ക് പോയ, ശാപപ്രാർത്ഥനയ്ക്ക് പോയിട്ട് ആ പ്രവാചകൻ ശാപപ്രാർത്ഥന നടത്തിയ ഒരു മനുഷ്യന്മാരും തിരിച്ച് മര്യാദയ്ക്ക് എന്തിട്ടില്ല, പോയിട്ടില്ല. അതുകൊണ്ട് തിരിഞ്ഞു പോകുക ചെയ്തത്. അപ്പോൾ ഇത് ചരിത്രങ്ങളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. ഇത് ഏത് നിലക്കും എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടെങ്കിൽ ആളുകൾ പലതും ചെയ്തു നോക്കുമായിരുന്നു. പക്ഷെ മുബാഹല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നശിക്കാൻ വേണ്ടി അള്ളാഹിനോട് കയ്യും കെട്ടിട്ട് പ്രാർത്ഥിക്കലാണ്. മുമ്പ് കേരളത്തിൽ കാദ്യാനികളുമായിട്ട് കൊടിയത്തൂര് വെച്ചിട്ട് ഇതുപോലെ ശാപപ്രാർത്ഥനയ്ക്കൊരു വേദി ഉണ്ടായിരുന്നു. തൊട്ടേനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നിലക്കല്ല. ഇത് അവസാന ഘട്ടത്തിൽ തയ്യാറാകുന്നതാണ്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളായിരിക്കണം, ഒരു ഭാഗത്ത് ആരായിരിക്കണം, കുഫ്രായിരിക്കണം. അല്ലാതെ പിന്നെ പണ്ഡിതന്മാർക്കുള്ള മസ്അലയിൽ തർക്കാണ്, മുസ്ലിമും പറ്റും, അതൊക്കെ വേറെ അതിൻ്റെ മസ്അലയായ വിഷയമാണത്. ഇവിടെ ഈ നിലക്ക് പിന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒന്നും കൂടെ നോക്കിയോ, ഫമൻ ഹാജ്ജക ഫീഹി, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും നിന്നോട് തർക്കിക്കാൻ വേണ്ടി വന്നാൽ, മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, നിനക്ക് കൃത്യമായ അറിവ് വന്നതിന് ശേഷം, ഫഖുൽ, നീ പറഞ്ഞോ, നദ്ഉ, നമുക്ക് വിളിക്കാം, അബ്നാഅന, നാം വിളിക്കുക, അബ്നാഅന വ അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെയും നമ്മളെ മക്കളെയും നാം വിളിക്കുക, വനിസാഅന വ നിസാഅക്കും, ഞങ്ങളെ സ്ത്രീകളെയും നിങ്ങളെ സ്ത്രീകളെയും വിളിക്കുക, വ അംഫുസന വ അംഫുസക്കും, നിങ്ങളെയും ഞങ്ങളെയും വിളിക്കുക, സുമ്മ നബ്തഹിൽ, എന്നിട്ട് നമ്മൾക്ക് മനമുരുകി ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ കണ്ടില്ലോ, മനമുരുകി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെ അള്ളാഹിൻ്റെ ശാപം കള്ളം പറയുന്നവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മുബാഹല മനസ്സിലായില്ല എന്താണ് അല്ലേ? ഈ ആയത്തിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഇതിനാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. സംഭവം അങ്ങനെ റസൂലുള്ളാഹി ചെയ്തിട്ടുമുണ്ട്, അവരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾ എന്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ശാപപ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നിട്ട് അള്ളാഹ് പറയാ, ഇന്നഹാദ, തീർച്ചയായും ഇത്, ലഹുവൽ ഖസസുൽ ഹഖ്, ഇതാണ് സത്യമായിട്ടുള്ള കഥ. ഈസാ നബിൻ്റെ കഥയാണ് നിങ്ങൾ ഈ കേട്ടത്. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ലഹുവ, അവൻ, അൽ അസീസ്, പ്രതാപശാലിയാണ്, അൽ ഹക്കീം, അഗാധജ്ഞാനിയുമാണ്. അതാണ് അള്ളാഹ്. സത്യമായിട്ടും ഇങ്ങനെയാണ് ഈസാ നബീൻ്റെ കഥ. ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹ്ക്കേ ഉള്ളൂ, ഈസാ നബിക്കില്ല. പ്രവാചകന്മാരൊക്കെ പല മോചിതത്വം കാണിക്കും, പക്ഷെ ആരാധിക്കേണ്ടത് ആരെയാ, അള്ളാഹിനെ. നമ്മളോടും പറഞ്ഞത് അതാ റസൂലുള്ളാഹ്, ലാ തത്റുനി കമാ അത്റത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം, ഈസാ നബീനെ അനുയായികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായിട്ട് എന്ത് ചെയ്യരുതേ, പുകഴ്ത്തരുതേ. വ ഇന്നമ അന അബ്ദുല്ലാ വ റസൂൽ, ഞാൻ അള്ളാഹിൻ്റെ ഒരു അടിമയാണ്, അള്ളാഹിൻ്റെ റസൂലുമാണ്, ഇത്ര ഞാനും. ഈസാ നബിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ വീഴ്ച എന്നറിയോ? ഈസാ നബി നാട്ടിൽ വന്ന് പ്രബോധനം നടത്തി. കുറേ ടീം വിശ്വസിച്ചു, കുറേ ടീം എന്ത് ചെയ്തു, അവിശ്വസിച്ചു. അവിശ്വസിച്ചവർ ഈസാ നബിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ നോക്കി, വിശ്വസിച്ചവർ വല്ലാതെ സ്നേഹിക്കാനും നോക്കി. ഹവാരിയങ്ങളൊക്കെ ആയി മാറി. ഈസാ നബി മരിച്ചു കഴിഞ്ഞു. ആദ്യം ബുദ്ധിമുട്ടിച്ചൊരു ടീം ഓൾറെഡി ജൂതന്മാരായിട്ട് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു. സ്നേഹിച്ചവർ എത്രയായി, രണ്ടായി. ഒരു ടീം സ്നേഹിച്ച് ഈസാ നബീനെ ആദരിച്ച് എന്തിലേക്ക് എത്തിപ്പോയി, ആരാധിച്ചതാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ. അവർക്ക് ഈസാ നബീനോട് സ്നേഹമല്ലേ, സ്നേഹിച്ചിട്ട് അവർ ഈസാ നബീനോട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ശരിക്കും ഈസാ നബീനെ പിൻപറ്റിയ ആളുകളൊന്ന് പ്രാർത്ഥിച്ചിരുന്നോ ഈസാ നബിയോട്?
ഇല്ല. അവരാരോടായിരുന്നു പ്രാർത്ഥിച്ചത്? അള്ളാഹ്. അത് പഠിപ്പിക്കാനല്ലേ ഈസാ നബി വന്നത്. അങ്ങനെ സ്നേഹിച്ച ടീം തന്നെയാണ് എന്തായത്? പിൽക്കാലത്ത് രണ്ടായത്. പണ്ടേ ബുദ്ധിമുട്ടിച്ചൊരു ടീം വേറെ ഉണ്ട്, ശത്രുവായിട്ട് വേറെ ഉണ്ട്, നരകക്കാരായിട്ട്. സ്നേഹിച്ച ടീമിൽ ഒരു ടീം നരകക്കാരായിപ്പോയി. അവർ ചെയ്ത തെറ്റെന്താ? സ്നേഹിച്ച് എന്തായിപ്പോയി? ആരാധിച്ചു പോയി. ഇതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ നമ്മളും ആകരുത്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾ ബുദ്ധിമുട്ടിച്ച ടീം വേറെയായി. അവർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, നോവിച്ചൊക്കെ പോയി. പക്ഷേ നമ്മൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? സ്നേഹിച്ചു. സഹാബത്ത് സ്നേഹിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. സ്നേഹിച്ച ആളുകൾ ഇന്ന് രണ്ട് തട്ടിലാണ്. ഒരു ടീം സ്നേഹിച്ച് ഈസാ നബിയോട് സ്നേഹിച്ച് ക്രിസ്ത്യാനികൾ ആരാധിച്ചതുപോലെ, യാ റസൂലല്ലാ, റസൂലേ എനിക്ക് കുട്ടികളില്ല, കുട്ടികളെ തരണേ, അല്ലേ? റിഫായി ഷെയ്ഖിൻ്റെ കഥയെ കണ്ടില്ലേ? റസൂലുള്ളാഹിൻ്റെ ഖബറിനടുക്കലേക്ക് വന്നിട്ട് റിഫായി ഷെയ്ഖ് പാടുക, റസൂലേ പല തവണ ഞാൻ നേരിട്ട് സലാമൊക്കെ അങ്ങന്നിട്ട് പറയല, ഇപ്പം ഞാൻ എൻ്റെ തടിയോടുകൂടി ഇങ്ങോട്ട് വന്നിരിക്കുക, എന്നിട്ട് അസ്സലാമു അലൈക്കും പറയുന്നത്. എന്താ റിഫായി ഷെയ്ഖിൻ്റെ റാത്തി ബോധുന്ന അല്ലെങ്കിൽ മൊയ്ലൂദ് ഓതുന്ന ആ കഥ വായിക്കുന്ന ഒരാൾ പറയുന്നത്? ഇതങ്ങ് റിഫായി ഷെയ്ഖ് പല തവണ എൻ്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കല സലാം പറയാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ തടിയോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിങ്ങ് പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഈ റിഫായി ഷെയ്ഖിൻ്റെ കൈ പിടിക്കുക. നിങ്ങൾ നോക്കിയേ, ഖബറിൽ കിടക്കുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്ക് ഇടുക. ആരാ ഇത് കണ്ടു? ചോദിക്കാൻ പാടില്ല. അവിടെ മണ്ണ് ഇളകിപ്പോയിട്ടുണ്ടോ? ചോദിക്കാൻ പാടില്ല. ഒന്നും ചോദിക്കാൻ പാടില്ല. കറാമത്തിന് ഇതുപോലത്തെ കഥകൾ ഓരോ മൂല്യന്മാർ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഒന്നുകിൽ പറയും എന്നോട് പറഞ്ഞ ആൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ആളെ പറയാൻ പറ്റൂല. രണ്ട് നിബന്ധനയായിരിക്കും. ഒന്നുകിൽ മരിച്ചുപോയി, കാരണം മരിച്ചുപോയാളുടെ പോയിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഒരു വകുപ്പില്ലല്ലോ, അല്ലേ? തൽക്കാലം ആളെ പറയൂല എന്ന രീതിയിലാണ് പറയുക. ഇങ്ങനത്തത്. അതേപോലെ തന്നെ വേറൊരു മനുഷ്യൻ, അല്ലേ? എന്തൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. സ്നേഹിച്ച് എവിടത്തം വരെ എത്തി. ഒരുത്തർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു, അല്ലേ? സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ളാഹിനെ കാണുന്ന വല്ലാത്ത പൂതി. അപ്പോഴാണ് റസൂലുള്ളാഹി അവനോട് സ്വപ്നത്തിൽ പറയുന്നത്, നീ എങ്ങനെയാ എന്നെ കാണുക? നീ അനലത്ത ഇല ടെലിവിസിയൂൻ, ഒരു മുല നീട്ടി പറയുന്നുണ്ടില്ലേ, നീ ടെലിവിഷൻ്റെ അകത്ത് നോക്കിയിട്ട് അന്യ പെണ്ണുങ്ങളുടെ ഔറത്തൊക്കെ നീ കണ്ടിട്ടില്ലേ? സിനിമ കണ്ടിട്ടില്ലേ? സീരിയൽ കണ്ടിട്ടില്ലേ? മുഖങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ അന്യ സ്ത്രീകളുടെ മുഖങ്ങളൊക്കെ കണ്ട നീ എങ്ങനെയാ എന്നെ കാണാൻ? ഇത് റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിൽ പറയാം. ടെലിവിസിയൂ എന്നുള്ള പദങ്ങളൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിശ്വസിക്കേണ്ടി വരുന്നത്. സ്നേഹിച്ച് ആളുകൾ തെറ്റിപ്പോകുന്ന വിഷയമാണത്. റസൂൽ എനിക്ക് കുട്ടികളില്ല, പെങ്ങളെ കെട്ടിക്കണം, വീടില്ല, യാ റസൂല ഖുദ് ബിയദി, എൻ്റെ കൈപിടിക്ക് റസൂലെ, ഖദ് ലാഹത്ത് ഹീലത്തി, ഖദ് ലാഖത്ത് ഹീലത്തി, എൻ്റെ തന്ത്രങ്ങളൊക്കെ എല്ലാം പൊട്ടിപ്പോയി റസൂലെ, ഇനി ഒന്നുമില്ല, നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത്. ഇതാരോടാണ് ഡയറക്റ്റ് പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലേ? പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു മലയാള മാസികയിൽ നമ്മൾക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ള അർഹത പോലും ഇല്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ അർഹത ആർക്കേ ഉള്ളൂ? റസൂലുള്ളാഹിക്കേ ഉള്ളൂ. നമ്മളൊക്കെ ആരോടാ ചോദിക്കേണ്ടത്? റസൂലുള്ളാഹിനോട്. അള്ളാഹിനോട് നമുക്ക് ചോദിക്കാൻ അർഹത പോലും ഇല്ല, എഴുതിപ്പോയി. അങ്ങനെയാ സ്നേഹിച്ചിട്ട് സ്നേഹിക്കുന്ന ആളുകൾ തന്നെ രണ്ടായി തിരിയുന്നത്. ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്തിട്ട് ബദരീങ്ങൾ അള്ളാഹുവിനോടും ഇബ്രാഹിം നബീനോടും പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ് ആര് യുദ്ധം ചെയ്തത്? ബദരീങ്ങൾ യുദ്ധം ചെയ്തത്, അല്ലേ? എന്താ തെളിവതിൻ്റെ? നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മലയാളത്തിൽ തന്നെ ബദർ പാട്ടിലൊക്കെ കാണില്ലേ? ബദറിലേക്ക് പുറപ്പെടുമ്പോൾ കഅബേൻ്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലേ? എന്താ പ്രാർത്ഥിച്ചത് അബൂജഹൽ? പഠിച്ചോനെ, ബദറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, ഈ നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കുന്നവനെ നീ തോൽപ്പിക്കണേ, കുടുംബം ഭിന്നിപ്പിക്കുന്നവനെ തോൽപ്പിക്കണേ, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവനെ തോൽപ്പിക്കണേ. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹൽ. എവിടത്തേക്കാണ് പോകുന്നത്? ബദറിലേക്ക്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹ്. റസൂലുള്ളാഹിക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു. ബദറിൻ്റെ തലേ ദിവസം നല്ലൊരു മഴ കൊടുത്ത്, ആ മഴ കൊടുത്തപ്പോൾ എല്ലാ സഹാബികളും ഉറങ്ങിപ്പോയി. അത് അള്ളാഹിൻ്റെ ഒരു ഹിക്മത്താണ്. പിറ്റേന്ന് വലിയൊരു യുദ്ധം വരാൻ വേണ്ടി പോകുകയാണ്, എല്ലാവർക്കും ഉറങ്ങണം. യുദ്ധത്തിൻ്റെ ആ സമയത്ത് ഉറക്കം തൂങ്ങാൻ പാടില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാളിങ്ങനെ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. നോക്കുമ്പോൾ റസൂലുള്ളാഹി കണ്ണിങ്ങനെ ഒലിപ്പിച്ചിട്ട് തൻ്റെ തട്ടൊക്കെ താഴേക്ക് വീണിട്ട് രണ്ട് കൈ ഇങ്ങനെ പൊക്കിയിട്ട്, പടച്ചോനെ, എനിക്ക് നീ എന്തെങ്കിലും ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വാഗ്ദാനം ഇവിടെ കാണിച്ചേ എനിക്ക് റബ്ബേ.
നാളെ ഇതെങ്ങാനും തോറ്റുപോയാൽ എനിക്ക് തിരിച്ച് കുടുംബത്തിൽ പോകേണ്ടതല്ല പറഞ്ഞത്. ഞാൻ എങ്ങാനും ഈ യുദ്ധത്തിൽ തോറ്റാൽ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ഒരുത്തനും ഉണ്ടാവില്ല. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹിനോട്. അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ബദറിലേക്ക്, റസൂലുള്ള അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ബദറിലേക്ക്. ഒരു സൈന്യം ഇസ്ലാമിൻ്റെ സൈന്യം, ഒരു സൈന്യം കുഫറിൻ്റെ സൈന്യം. എന്തുകൊണ്ടാണ് അബൂജഹൽ കുഫറിൻ്റെ സൈന്യമായി പോയി മാറിയത്? അബൂജഹൽ എല്ലാ നേരത്തും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ഇബ്രാഹിം നബീനോടും പ്രാർത്ഥിക്കും, ഇസ്മായിൽ നബീനോടൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ റസൂലുള്ളയോ ഫുൾ ടൈം അള്ളാഹിനോട് മാത്രം. അബൂജഹൽ അള്ളാഹിനോടുണ്ട്, ഇബ്രാഹിം നബീനോടുണ്ട്, ലാത്തനോടുണ്ട്, മനാത്തനുണ്ട്. ലാത്ത മനാത്ത ഉസ്സവൊക്കെ മോശപ്പെട്ട ആൾക്കാരാണോ? ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആളുകളാണ് അല്ലേ, സ്വാലിഹീങ്ങളായ ആളുകളാണ്, അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ, ചോദിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അങ്ങനെ ബദർ യുദ്ധം നടന്ന് കുറേ ആളുകൾ മരിച്ചു, കുറേ ആളുകൾ പിന്നീട് യുദ്ധങ്ങളിലും പങ്കെടുത്തു. പക്ഷെ നാട്ടിലത്തെ ആൾക്കാരെ വിശ്വാസം ബദറിൽ മരിച്ചോരിയ ബദരീങ്ങൾ എന്ന് പറയുന്നൊരു വിശ്വാസം നാട്ടിലൊക്കെ ഉള്ളത്. ബദറിൽ പങ്കെടുത്ത ആൾക്കാരാണ് എന്ത് പറയുക? ബദരീങ്ങൾ. അങ്ങനെ ബദരീങ്ങളെ സ്നേഹിച്ചു. ബദരീങ്ങളെ സ്നേഹിച്ച് അവസാനം ഇപ്പോൾ നാട്ടിൽ നോക്കുമ്പോൾ ബദറിൻ്റെ അന്ന് എന്താ സംഭവിക്കുന്നത്? ബദരീങ്ങളെ രക്ഷിക്കണമെന്ന് പറയാം. ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ടീമിനോടാണ് ബദരീങ്ങൾ യുദ്ധം ചെയ്തത്. ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവസാനം ബദരീങ്ങളോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഇതാണ് ഈസാ നബിയെ സ്നേഹിച്ച് അവസാനം ഈസാ നബിയെ ആരാധിച്ച്, മുഹമ്മദ് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിനെ ആരാധിച്ച്, ബദരീങ്ങളെ സ്നേഹിച്ച് അവസാനം ബദരീങ്ങൾ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ഇതാണ് സ്നേഹത്തിൽ വരുന്ന അബദ്ധങ്ങളായത്. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ഇങ്ങനെ പല നിലക്കും ക്രിസ്ത്യാനികൾ വിഭിന്നമായി കക്ഷികളായി പിരിഞ്ഞ് ഞങ്ങളാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ടീമുമായിട്ടാണ്, അഥവാ ഈസാ നബി ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ദൈവ അവതാരമാണെന്നും പറയുന്ന ടീമുമായിട്ടാണ് അവസാനം റസൂലുള്ള എന്തിന് തയ്യാറായി നിൽക്കുന്നത്? മുബാഹലക്ക് തയ്യാറായി നിന്നതും അവസാനം പറയും ഇതാണ് സത്യമായിട്ടുള്ള കഥ. ആരാധിക്കപ്പെടാനുള്ള അർഹത ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്കേ. മുഹമ്മദ് നബിക്കില്ല. മുഹമ്മദ് റസൂൽ അള്ളാഹിൻ്റെ അബ്ദാണ്. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച അൽ-കഹ്ഫ് സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ആദ്യത്തെ ആയത്തിൽ ഓതും അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി അല്ലേ, തൻ്റെ അടിമക്ക് കിതാബ് ഇറക്കിയ അള്ളാഹ്ക്ക് സർവസ്തുതിയും. സൂറത്തുൽ ഇസ്രാ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗല. അള്ളാഹ് പരിശുദ്ധനാ, ഒരുത്തൻ പരിശുദ്ധനാ. തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയ അള്ളാഹ്. അവിടെ റസൂലുള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞത്? അടിമ. എവിടെ അള്ളാഹ് പിന്നെ നമ്മൾ ഏറ്റവും വലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക്, ഞാൻ നിൻ്റെ അടിമയാ. നമ്മളൊക്കെ അള്ളാഹിൻ്റെ അടിമയാ. മഅബൂദായിട്ടുള്ളവനാരാ? അള്ളാഹ് മാത്രം. പക്ഷേ റസൂലുള്ളാഹിനോട് എന്താ പറയുന്നത്? മങ്കൂസ് മൗലൂദിൽ പ്രവാചകരെ അങ്ങയുടെ അബ്ദൂക്കൽ മിസ്കീനു യർജു. നബിയോട് പറയാൻ നോക്കി നിങ്ങൾ, അബ്ദൂക്ക നബിയെ താങ്കളുടെ അടിമ, യർജൂക്ക അല്ലെ, അബ്ദൂക്കൽ മിസ്കീനു യർജു, മിസ്കീനായ നിങ്ങളുടെ അടിമ ഇതാ, അങ്ങയുടെ അടിമ ഇതാ ആഗ്രഹിക്കുകയാണ്. ആരോടാ ഇത് പറയുന്നത്? റസൂലുള്ളാഹിന്റെ അടിമ നമ്മൾ. റസൂൽ അള്ളാഹിന്റെ അടിമയാ. നമ്മളും ആരുടെ അടിമയാ? അള്ളാഹിൻ്റെ അടിമ. എത്ര കുഫ്രാ പറയുന്നതെന്നറിയോ? ഇതാ സ്നേഹം കൊണ്ടാണ് ശിർക്ക് വരുന്നത്. വരില്ല എന്ന് നമ്മൾ വിചാരിക്കും, സ്നേഹം കൊണ്ട് ഇത് വരികയാണ്. മുഹീദ്ദീൻ ശൈഖിനെ സ്നേഹിച്ച് പറഞ്ഞു, ആകാശലോകത്ത് നിന്ന് മഴ തരുന്നവനെ പറഞ്ഞു. മഴ തരുന്നവനാരാ? അള്ളാഹ് അല്ലേ. ആ അള്ളാഹിൻ്റെ സ്ഥാനത്താണ് മുഹീദ്ദീൻ ശൈഖിനെ ഉയർത്തുന്നത്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചോ, പക്ഷേ സ്നേഹം, ആദരവ് അത് എവിടത്തേക്ക് എത്തരുത്? ആരാധനയിലേക്ക് എത്തരുത്. മാതാപിതാക്കളെ ആദരിക്കണം, ആരാധിക്കരുത്. ഗുരുനാഥന്മാരെ ആദരിക്കണം, ആരാധിക്കരുത്. അമ്പിയാക്കളെ ആദരിക്കണം, ആരാധിക്കരുത്. ഔലിയാക്കളെയും ആദരിക്കണം, പക്ഷേ അത് എവിടത്തേക്ക് എത്തരുത്? ആരാധനയിലേക്ക് എത്തരുത്. ഇന്ന് അതെത്തും. ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, സംഭവം എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ നടക്കാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഫ ഇൻ തവല്ലൗ, ഇനി ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല അലീമും ബിൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരെ, കുഴപ്പം ഉണ്ടാക്കുന്നവരൊക്കെ അള്ളാഹ് നന്നായിട്ട് അള്ളാഹ്ക്ക് അറിയാം. സത്യമൊക്കെ ഇതാണ്. ആരാധന അപ്പുറത്തേക്ക് പോകാനും പാടില്ല. ഇനിയും ഇതൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളും എല്ലാവരെയും അല്ലാഹു തആല കൃത്യമായിട്ട് അറിയുന്നു എന്ന് പറയാണ്. ആലു ഇമ്രാൻ പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഇങ്ങനൊരു കഥ ചരിത്രമുണ്ട്, ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്.
ഈ അമാനിയമ്മയുടെ തഫ്സീറിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത്. എത്ര കാലം മുമ്പ് എഴുതിയത്, പക്ഷേ ഈ ഭാഷ പോലും നമ്മൾക്കൊരു പ്രയാസമായിട്ട് തോന്നൂല ഇന്ന്. നമ്മളിത് വായിക്കണം, ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഇരുന്ന് വായിക്കുക. ഈസാ നബീൻ്റെ ചരിത്രം നമ്മൾക്ക് അറിയണം, നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത്ര നല്ലൊരു ചരിത്രം നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹിയുടെ ചരിത്രം കേൾക്കും, മൂസാ നബീൻ്റെ ചരിത്രം കേൾക്കും, യൂസുഫ് നബീൻ്റെ ചരിത്രം കേൾക്കും. ഈ ചരിത്രങ്ങളിലൂടെയും നമ്മൾ വല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. നമ്മളത് പഠിക്കണം. അപ്പോഴാണ് ഖുർആനോട് നമ്മൾക്കൊരു താല്പര്യം വരിക. അതാണ് ഖുർആൻ തദബ്ബുറാക്കുക എന്ന് പറഞ്ഞാലും, ഓതിപ്പോകലല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുക. ഓരോ സംഭവങ്ങളും ഈ മുബാഹല, ഈ രംഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള തൗഫീക്കും റബ്ബ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.